Good morning, students. Welcome to the video. In last class, we studied phase difference. What is phase difference? Phase difference means difference in phase between two alternating quantities having same frequency. അപ്പോൾ phase difference എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ ഫ്രീക്വൻസി ഉള്ള രണ്ട് ഓൾട്ടർനേറ്റിംഗ് ക്വാണ്ടിറ്റീസ് തമ്മിലുള്ള ഡിഫറൻസ് ഇൻ ഫേസിനെ വിളിക്കുന്ന പേരാണ് ഫേസ് ഡിഫറൻസ് എന്ന് പറയുന്നത്. സെയിം ഫ്രീക്വൻസി ഉള്ള രണ്ട് ഓൾട്ടർനേറ്റിംഗ് ക്വാണ്ടിറ്റീസ് തമ്മിൽ ഫേസിലുള്ള വ്യത്യാസത്തെ വിളിക്കുന്ന പേരാണ് ഫേസ് ഡിഫറൻസ്. അതായത് രണ്ട് ഓൾട്ടർനേറ്റിംഗ് ക്വാണ്ടിറ്റീസിന്റെ ഫേസിലുള്ള വ്യത്യാസത്തെ വിളിക്കുന്ന പേരാണ് ഫേസ് ഡിഫറൻസ്. Okay? As the name indicates, phase difference is the difference in phase. ഇനി നമ്മൾ പഠിക്കേണ്ടത് in phase. What is in phase? What is out phase? In phase എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നോക്ക്, രണ്ട് വേവ് ഫോം ഉണ്ട്. അതായത് രണ്ട് ഓൾട്ടർനേറ്റിംഗ് ക്വാണ്ടിറ്റീസ് ഉണ്ട്. ഇത് ഫസ്റ്റ് വേവ് ഫോം, this is second one. ഇത് രണ്ട് ഓൾട്ടർനേറ്റിംഗ് ക്വാണ്ടിറ്റീസിന്റെ വേവ് ഫോം ആണ്. ഈ രണ്ട് ഓൾട്ടർനേറ്റിംഗ് ക്വാണ്ടിറ്റീസും അതിന്റെ മാക്സിമം വാല്യൂ അറ്റൈൻ ചെയ്യുന്നത്, അതിന്റെ മാക്സിമം വാല്യൂയിലേക്ക് വരുന്നത് ഒരേ സമയത്താണ്. കണ്ടോ, രണ്ടും ഒരേ സമയത്താണ് അതിന്റെ മാക്സിമം വാല്യൂയിലേക്ക് വരുന്നത്. ഇനി മിനിമം വാല്യൂയിലേക്ക് വരുന്നത് ഒരേ സമയത്താണ്. വീണ്ടും മാക്സിമം വാല്യൂയിലേക്ക് വരുന്നത് ഒരേ സമയത്താണ്. വീണ്ടും മിനിമം വാല്യൂയിലേക്ക് വരുന്നത് ഒരേ സമയത്താണ്. അങ്ങനെ രണ്ട് ഓൾട്ടർനേറ്റിംഗ് ക്വാണ്ടിറ്റീസ് മാക്സിമം വാല്യൂവും മിനിമം വാല്യൂവും ഒരേ സമയത്ത് അറ്റൈൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പറയാം ദേ ആർ ഇൻ ഫേസ്. രണ്ട് ഓൾട്ടർനേറ്റിംഗ് ക്വാണ്ടിറ്റീസ് മാക്സിമം വാല്യൂവും മിനിമം വാല്യൂവും ഒരേ സമയത്ത് അറ്റൈൻ ചെയ്യുകയാണെങ്കിൽ അത് രണ്ടും ഇൻ ഫേസിലാണെന്ന് പറയാം. When two alternating quantities attain their maximum and minimum values together, we can say that the two quantities are in phase. രണ്ട് ക്വാണ്ടിറ്റീസും ഇൻ ഫേസിലാണെന്ന് പറയാം. ഇപ്പോൾ രണ്ട് ക്വാണ്ടിറ്റീസും ഇൻ ഫേസിലാണെന്ന് പറയണമെങ്കിൽ മാക്സിമം വാല്യൂ മിനിമം വാല്യൂവും സൈമിൾട്ടേനിയസ് ആയിട്ട് അറ്റൈൻ ചെയ്യണം, ഒരുമിച്ച് അറ്റൈൻ ചെയ്യണം. ഇവിടെ നോക്ക്, ഈ ഒന്നാമത്തെ വേവ് ഫോമും രണ്ടാമത്തെ വേവ് ഫോമും ഒരേ സമയത്താണ് മാക്സിമം വാല്യൂ അറ്റൈൻ ചെയ്യുന്നത്. ഒന്നാമത്തെ മാക്സിമം വാല്യൂ ഇതാണ്, രണ്ടാമത്തതിന്റെ ഇതാണ്. അത് രണ്ടും ഒരേ സമയത്താണ് രണ്ട് വേവ് ഫോമും മാക്സിമം വാല്യൂ അറ്റൈൻ ചെയ്യുന്നത്. അതേപോലെ മിനിമം വാല്യൂ ഇതാണ്. മിനിമം വാല്യൂ രണ്ട് വേവ് ഫോമും അറ്റൈൻ ചെയ്യുന്നത്, മിനിമം വാല്യൂ എന്ന് പറയുന്നത് 0 ആണ്. ഈ 0 അറ്റൈൻ ചെയ്യുന്നത് രണ്ട് വേവ് ഫോം ഒരുമിച്ചാണ്. അടുത്ത നെഗറ്റീവ് ഹാഫിലുള്ള മാക്സിമം വാല്യൂ, രണ്ടാമത്തിന്റെ മാക്സിമം വാല്യൂ ഇതാണ്, ഒന്നാമത്തിന്റെ മാക്സിമം വാല്യൂ ഇതാണ്. അതും ഒരേ സമയത്താണ് അറ്റൈൻ ചെയ്യുന്നത്. അപ്പോൾ രണ്ട് ഓൾട്ടർനേറ്റിംഗ് ക്വാണ്ടിറ്റീസ് ഒരേ സമയം മാക്സിമം വാല്യൂ മിനിമം വാല്യൂ അറ്റൈൻ ചെയ്യുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേര് രണ്ട് ഇൻഫേസിലാണെന്ന് പറയും. രണ്ട് ഓൾട്ടർനേറ്റിംഗ് ക്വാണ്ടിറ്റീസ് മാക്സിമം വാല്യൂവും മിനിമം വാല്യൂവും സൈമിൾട്ടേനിയസ് ആയിട്ട് അറ്റൈൻ ചെയ്യുകയാണെങ്കിൽ അത് ഇൻഫേസിലാണെന്ന് പറയും. ഇനി ഔട്ട് ഫേസ്. എന്താണ് ഔട്ട് ഫേസ് എന്ന് പറഞ്ഞാൽ? ഈ പറഞ്ഞതിന്റെ ഓപ്പോസിറ്റ് ആണ്. ഓക്കെ, ഇവിടെ നോക്ക്, ഇവിടെ രണ്ട് ഓൾട്ടർനേറ്റിംഗ് ക്വാണ്ടിറ്റീസ് ഉണ്ട്. ഒന്നാമത്തെ വേവ് ഫോം ഇത്, രണ്ടാമത്തെ വേവ് ഫോം ഇത്. കഴിഞ്ഞ ഫിഗറിൽ നിന്ന് വ്യത്യസ്തമാണിത്. ഒന്നാമത്തെ ക്വാണ്ടിറ്റി ഇപ്പോഴാണ് മാക്സിമം വാല്യൂ അറ്റൈൻ ചെയ്യുന്നത്. രണ്ടാമത്തെ ക്വാണ്ടിറ്റിയോ ഇവിടെയാണ് മാക്സിമം വാല്യൂ അറ്റൈൻ ചെയ്യുന്നത്. ഇനി ഒന്നാമത്തെ ക്വാണ്ടിറ്റി മിനിമം വാല്യൂ അറ്റൈൻ ചെയ്യുന്നത് ഇവിടെയാണ്, രണ്ടാമത്തെ ക്വാണ്ടിറ്റി മിനിമം വാല്യൂ അറ്റൈൻ ചെയ്യുന്നത് ഇവിടെയാണ്.
അപ്പോൾ ഈ രണ്ട് വേവ് ഫോമും മാക്സിമം വാല്യൂ മിനിമം വാല്യൂ അറ്റൈൻ ചെയ്യുന്നത് ഡിഫറന്റ് ടൈമിലാണ്, ഒരുമിച്ചല്ല. അപ്പോൾ രണ്ട് ഓൾട്ടർനേറ്റിംഗ് ക്വാണ്ടിറ്റീസ് മാക്സിമം വാല്യൂവും മിനിമം വാല്യൂവും ഡിഫറന്റ് ടൈംസിലാണ് അല്ലെങ്കിൽ ഡിഫറന്റ് ടൈമിലാണ് അറ്റൈൻ ചെയ്യുന്നതെങ്കിൽ നമുക്ക് പറയാം അത് ഔട്ട് ഫേസിലാണെന്ന് പറയാം. ഓക്കെ, അപ്പോൾ if two alternating quantities attain their maximum and minimum value at different times, then they are said to be out phase. രണ്ട് alternating quantities അതിന്റെ മാക്സിമം വാല്യൂ മിനിമം വാല്യൂ വ്യത്യസ്ത സമയത്താണ് അറ്റൈൻ ചെയ്യുന്നതെങ്കിൽ അവയെ ഔട്ട് ഫേസിലാണെന്ന് പറയും. ഒന്നാമത്തെ ഓൾട്ടർനേറ്റിംഗ് ക്വാണ്ടിറ്റി ആണ് മാക്സിമം വാല്യൂ അറ്റൈൻ ചെയ്യുന്നത് ഇവിടെയാണ്, ഈ സമയത്താണ്. പക്ഷെ രണ്ടാമത്തെ അറ്റൈൻ ചെയ്യുന്നത് ഈ സമയത്താണ്, ഒരുമിച്ചല്ല. ഇനി ഒന്നാമത്തെ ക്വാണ്ടിറ്റി മിനിമം വാല്യൂ അറ്റൈൻ ചെയ്യുന്നത് ഇവിടെയാണ്, രണ്ടാമത്തത് മിനിമം വാല്യൂ അറ്റൈൻ ചെയ്യുന്നത് ഇവിടെയാണ്, അത് ഒരുമിച്ചല്ല. അങ്ങനെ മാക്സിമം വാല്യൂ മിനിമം വാല്യൂ രണ്ട് വ്യത്യസ്ത സമയത്താണ് അറ്റൈൻ ചെയ്യുന്നതെങ്കിൽ അത് ഔട്ട് ഫേസിലാണെന്ന് പറയാം. ഇഫ് ടു ഓൾട്ടർനേറ്റിംഗ് ക്വാണ്ടിറ്റീസ് attain their maximum value and minimum values at different times, then they are said to be out phase. Maximum value minimum value വ്യത്യസ്ത സമയത്താണ് അറ്റൈൻ ചെയ്യുന്നതെങ്കിൽ അത് ഔട്ട് ഫേസിലാണെന്ന് പറയാം. ഇനി ലീഡിംഗ് ക്വാണ്ടിറ്റി. ലീഡിംഗ് ക്വാണ്ടിറ്റി എന്താണ്, ലാഗിംഗ് ക്വാണ്ടിറ്റി എന്താണ്? ലീഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? മുൻപേ പോകുന്നതിനെയാണ് ലീഡിംഗ് എന്ന് പറയുന്നത്, പുറകെ വരുന്നതിനെ ലാഗിംഗ് എന്നും പറയും. ഓക്കെ, നമുക്കറിയാം. ഇപ്പോൾ ഇവിടെ രണ്ട് ഓൾട്ടർനേറ്റിംഗ് ക്വാണ്ടിറ്റി ഉണ്ട്. മാക്സിമം വാല്യൂ ആദ്യമേ അറ്റൈൻ ചെയ്യുന്ന ക്വാണ്ടിറ്റിയെ ലീഡിംഗ് ക്വാണ്ടിറ്റി എന്നും മറ്റതിനെ ലാഗിംഗ് ക്വാണ്ടിറ്റി എന്നും പറയും. അപ്പോൾ ലീഡിംഗ് ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ the quantity which attains maximum value earlier than other quantity is known as leading quantity. അപ്പോൾ മാക്സിമം വാല്യൂ ആദ്യമേ അറ്റൈൻ ചെയ്യുന്ന ക്വാണ്ടിറ്റിയെ വിളിക്കുന്ന പേര് ലീഡിംഗ് ക്വാണ്ടിറ്റി എന്നും മറ്റേ ക്വാണ്ടിറ്റിയെ വിളിക്കുന്ന പേര്, അതിന്റെ പുറകെ വരുന്ന ക്വാണ്ടിറ്റിയെ വിളിക്കുന്ന പേര് ലാഗിംഗ് ക്വാണ്ടിറ്റി എന്നും പറയും. The other quantity is known as ലാഗിംഗ് ക്വാണ്ടിറ്റി. രണ്ട് വേവ് ഫോം ഉണ്ടെങ്കിൽ മാക്സിമം വാല്യൂ ആരാണോ ആദ്യമേ അറ്റൈൻ ചെയ്യുന്നത് അതിനെ ലീഡിംഗ് ക്വാണ്ടിറ്റി എന്നും രണ്ടാമതായി പോയിരുന്ന വേവ് ഫോമിനെ ലാഗിംഗ് ക്വാണ്ടിറ്റി എന്ന് പറയും. അപ്പോൾ രണ്ട് വേവ് ഫോം ഉണ്ടെങ്കിൽ ആരാണോ മാക്സിമം വാല്യൂ ആദ്യം അറ്റൈൻ ചെയ്യുന്നത് അതിനെ ലീഡിംഗ് ക്വാണ്ടിറ്റി എന്നും മറ്റേതിനെ പിറകിൽ വരുന്നതിനെ വിളിക്കുന്ന പേര് ലാഗിംഗ് ക്വാണ്ടിറ്റി എന്നും വിളിക്കും. അപ്പോൾ ഇതാണ് ലീഡിംഗ് ക്വാണ്ടിറ്റിയും ലാഗിംഗ് ക്വാണ്ടിറ്റി തമ്മിലുള്ള വ്യത്യാസം. മാക്സിമം വാല്യൂ ആദ്യം അറ്റൈൻ ചെയ്യുന്ന ക്വാണ്ടിറ്റിയെ ലീഡിംഗ് ക്വാണ്ടിറ്റി എന്നും രണ്ടാമത് വരുന്ന ക്വാണ്ടിറ്റിയെ ലാഗിംഗ് ക്വാണ്ടിറ്റി എന്നും വരും.
Okay, the quantity which attains maximum value earlier than the other quantity is known as leading quantity. Okay, the quantity which attains maximum value earlier than other quantity is known as leading quantity. Okay, അങ്ങനെ ആ പിറകിൽ വരുന്ന ക്വാണ്ടിറ്റി വിളിക്കുന്ന പേരാണ് ലാഗിംഗ് ക്വാണ്ടിറ്റി. ഓക്കെ, next topic is open circuit and closed circuit. ഓപ്പൺ സർക്യൂട്ടും ക്ലോസ്ഡ് സർക്യൂട്ടും. നോക്കൂ, ഓപ്പൺ സർക്യൂട്ടും ക്ലോസ്ഡ് സർക്യൂട്ടും. ഈ സർക്യൂട്ട് നോക്ക്. ഓക്കെ, ഇവിടെ ഒരു ബാറ്ററി ഉണ്ട്. ദി സർക്യൂട്ട് കണ്ടെയ്ൻസ് എ ബാറ്ററി, സ്വിച്ച് ആൻഡ് ബൾബ്. ഒരു ബാറ്ററി ഉണ്ട്, ഒരു സ്വിച്ച് ഉണ്ട്, ഒരു ബൾബ് ഉണ്ട്. ഇവിടെ സ്വിച്ച് ഓപ്പൺ ആണ്. സ്വിച്ച് ഓപ്പൺ ആണ്. ഓക്കെ, സ്വിച്ച് ഓപ്പൺ ആണെങ്കിൽ ബാറ്ററിയിൽ നിന്ന് ബൾബിലേക്ക് കറണ്ട് ഫ്ലോ വരത്തില്ല. ബാറ്ററിയിൽ നിന്ന് ബൾബിലേക്ക് കറണ്ട് ഫ്ലോ വരില്ല. അപ്പോൾ ഓപ്പൺ സർക്യൂട്ടിൽ കൂടെ കറണ്ട് ഫ്ലോ കാണത്തില്ല. ഓക്കെ, ഓപ്പൺ സർക്യൂട്ടിന്റെ പ്രത്യേകത ദർ ഇസ് നോ കറണ്ട് ഫ്ലോ ഇൻ ഓപ്പൺ സർക്യൂട്ട്. അപ്പോൾ ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട്, ആ സ്വിച്ച് ഓപ്പൺ ആണ്. സ്വിച്ച് ഓപ്പൺ ആണ്. സ്വിച്ച് ഓപ്പൺ ആയതുകൊണ്ട് കറണ്ട് ഫ്ലോ വന്നു കഴിഞ്ഞാൽ ഇവിടെ വന്ന് നിൽക്കത്തേ ഉള്ളൂ. കാരണം സ്വിച്ച് ഓപ്പൺ ആണ്. ഈ കറണ്ടിന് ഇതിലേക്കൂടെ ഇങ്ങോട്ട് വന്ന് ബൾബിൽ എത്താൻ കഴിയത്തില്ല. കറണ്ടിന് ജമ്പ് ചെയ്യാനൊന്നും പറ്റത്തില്ല. കാരണം സ്വിച്ച് ഓപ്പൺ ആണ്. ഈ ഓപ്പൺ ആയ സ്പേസിൽ കൂടെ കറണ്ട് ഫ്ലോ ഉണ്ടാവത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഈ ബൾബ് കത്തത്തില്ല. അപ്പോൾ there is no current flow through open circuit. ഓപ്പൺ സർക്യൂട്ടിൽ കൂടെ കറണ്ട് ഫ്ലോ ഉണ്ടാവില്ല. there is no current flow through open circuit. അതുകൊണ്ട് ഈ ബൾബ് കത്തില്ല, ബൾബ് ഗ്ലോ ചെയ്യത്തില്ല. ഓക്കെ, ബൾബ് ഗ്ലോ ചെയ്യത്തില്ല. കാരണം ഓപ്പൺ സർക്യൂട്ടിൽ കൂടെ സ്വിച്ച് ഓപ്പൺ ആയിരിക്കുന്നതുകൊണ്ട് ആ സർക്യൂട്ടിൽ കൂടെ കറണ്ട് ഫ്ലോ ചെയ്യത്തില്ല. കറണ്ടിന് ഇങ്ങോട്ട് പാസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ആ കറണ്ട് ബൾബിൽ എത്തത്തില്ല. അതുകൊണ്ട് ബൾബ് ഗ്ലോ ചെയ്യത്തില്ല. ദാറ്റ് സർക്യൂട്ട് ഈസ് നോൺ ആസ് ഓപ്പൺ സർക്യൂട്ട്. അപ്പോൾ ഓപ്പൺ സർക്യൂട്ടിന്റെ പ്രത്യേകത എന്താണ്? ദർ ഇസ് നോ കറണ്ട് ഫ്ലോ ത്രൂ ഓപ്പൺ സർക്യൂട്ട്. ഓപ്പൺ സർക്യൂട്ടിൽ കൂടെ കറണ്ട് ഫ്ലോ ഇല്ല. ഇനി രണ്ടാമത്തെ സർക്യൂട്ട് ക്ലോസ്ഡ് സർക്യൂട്ട് ആണ്. ഞാൻ ഈ സ്വിച്ച് അങ്ങ് ക്ലോസ് ചെയ്യാണ്. ഇങ്ങനെ ക്ലോസ് ചെയ്യാണ്. ഈ സ്വിച്ച് ക്ലോസ് ചെയ്യുന്നു.
അപ്പോൾ ഇങ്ങനെ ഒരു സർക്യൂട്ട് കിട്ടും. നേരത്തെ ഓപ്പൺ ആയിരുന്ന സ്വിച്ച് ക്ലോസ് ചെയ്യുകയാണ്. സ്വിച്ച് ക്ലോസ് ആവുമ്പോൾ ബാറ്ററിയിൽ നിന്ന് സ്വിച്ച് വഴി ദാണ്ടെ ബൾബിലേക്ക് കറണ്ട് ഫ്ലോ വരും. ക്ലോസ് സർക്യൂട്ടിൽ കറണ്ട് ഫ്ലോ ഉണ്ടാവും. ഓപ്പൺ ആയിരുന്ന സ്വിച്ച് ക്ലോസ് ചെയ്തു. ക്ലോസ് ചെയ്തപ്പോഴത്തേക്ക് ബാറ്ററിയിൽ നിന്ന് സ്വിച്ച് വഴി ബൾബിലേക്ക് കറണ്ട് ഫ്ലോ ഉണ്ടായി. ബൾബ് ഗ്ലോ ചെയ്യും, ബൾബ് കത്തും. അപ്പോൾ ഈ സ്വിച്ച് ക്ലോസ് ചെയ്തപ്പോഴത്തേക്ക് ബാറ്ററിയിൽ നിന്ന് ബൾബിലേക്ക് കറണ്ട് ഫ്ലോ ഉണ്ടായി, ബൾബ് ഗ്ലോ ചെയ്യുന്നു. ജസ്റ്റ് ഇതൊരു റെപ്രസെന്റേറ്റീവ് ഫിഗർ മാത്രമാണ്, നിങ്ങളെ റെപ്രസെന്റേറ്റീവ് ഫിഗർ മാത്രമാണ്. ഓക്കെ, അപ്പോൾ ഈ ഫിഗർ വരച്ചതിന്റെ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ. ഓപ്പൺ സർക്യൂട്ടിൽ കൂടെ കറണ്ട് ഫ്ലോ ഇല്ല. കറണ്ട് ഫ്ലോ നടക്കണമെങ്കിൽ സർക്യൂട്ട് ക്ലോസ് ചെയ്യണം. ഇവിടെ സ്വിച്ച് ക്ലോസ് ചെയ്തപ്പോഴാണ് അത് കൂടെ കറണ്ട് ഫ്ലോ ഉണ്ടായി ബൾബ് ഗ്ലോ ചെയ്തത്. അപ്പോൾ ഓപ്പൺ സർക്യൂട്ടിൽ കൂടെ കറണ്ട് ഫ്ലോ ഉണ്ടാവത്തില്ല. ദർ ഇസ് നോ കറണ്ട് ഫ്ലോ ത്രൂ ഓപ്പൺ സർക്യൂട്ട്. ഓക്കെ, അപ്പോൾ കറണ്ട് ഫ്ലോസ് ഓൺലി ത്രൂ ക്ലോസ് സർക്യൂട്ട്. ക്ലോസ് സർക്യൂട്ടിൽ കൂടെ മാത്രമേ കറണ്ട് ഫ്ലോ എത്തുള്ളൂ. കറണ്ട് ഫ്ലോസ് ഓൺലി ത്രൂ ക്ലോസ് സർക്യൂട്ട്. കറണ്ട് ക്ലോസ് സർക്യൂട്ടിൽ കൂടെ മാത്രമേ കറണ്ട് ഫ്ലോ എത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയും വരെയുള്ള ടോപ്പിക്കാണ് എക്സാമിന് ഉള്ളത്. ഇനി അടുത്ത ടോപ്പിക് ഓംസ് ലോ ആണ്. അതാണ് പരീക്ഷയുടെ ടോപ്പിക് എന്നപ്പോഴത്തേക്ക് അപ് ടു ഓംസ് ലോ എന്ന് പറഞ്ഞത്. അപ്പോൾ ഇത്രയും വരെയുള്ള പോർഷൻ എക്സാമിന് വരും. ഓക്കെ, എക്സാം കഴിഞ്ഞ ശേഷം നിങ്ങൾ എഴുതിയ ആൻസർ ഷീറ്റിന്റെ ഫോട്ടോ എടുത്ത് എനിക്ക് പേഴ്സണൽ വാട്സപ്പിൽ അയച്ചു തരണം. ഓക്കെ, ഇത്രയും നിങ്ങൾ പഠിക്കണം. ഓക്കെ, ഞാൻ നോട്ട്സ് ഉടൻ തന്നെ 2 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരുന്നതായിരിക്കും.